ജെഇ പ്രിപ്പറേഷൻ ജേണിയിൽ ഒരുപാട് കുട്ടികൾ വരുത്തുന്ന ഒരു 7 മിസ്റ്റേക്സിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നിങ്ങളും ഈ ഒരു 7 മിസ്റ്റേക്സ് എന്താണെന്ന് മനസ്സിലാക്കുക. അത് നിങ്ങളുടെ ഈ ഒരു ജെഇ സ്റ്റഡി ജേണിയിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പം തന്നെ അത് മാറ്റി നിർത്തി കറക്റ്റ് ആയിട്ടുള്ള ട്രാക്കിലേക്ക് എൻ്റെ കുട്ടികൾ വരേണ്ടതുണ്ട്. അപ്പം നമുക്ക് എന്താണ് ആ ഒരു 7 മിസ്റ്റേക്സ് നിങ്ങളുടെ ജെഇ ജേണിനെ പുറകോട്ടേക്ക് നിർത്തുന്ന ആ ഒരു 7 മിസ്റ്റേക്സ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ ഒന്നാമത്തെ കാര്യം അല്ലെങ്കിൽ ഒന്നാമത്തെ മിസ്റ്റേക്സ് എന്ന് പറയുന്നത് കോപ്പിയിങ് അതേഴ്സ് ഇൻ സ്റ്റഡീസ് ആണ്. അപ്പം നിങ്ങളിപ്പോൾ ജെഇ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ വേറൊരു നിങ്ങളുടെ ഫ്രണ്ട്സും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേര് ചിലപ്പോൾ ജെഇക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പം നമ്മൾ അവരെ നോക്കുന്ന സമയത്ത് അവർ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് വേറെ ആയിരിക്കും, അല്ലെങ്കിൽ അവർ പഠിക്കുന്ന രീതി വ്യത്യാസം ഉണ്ടായിരിക്കും. അവർ കൂടുതൽ സമയം ചില ചാപ്റ്റേഴ്സിന് വേണ്ടി കൊടുക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം, ഓക്കെ അവർ അങ്ങനെ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ് പഠിക്കുന്നത്, അപ്പം ഞാനും അങ്ങനെ തന്നെ പഠിച്ചേക്കാം എന്ന് വിചാരിച്ച് ഒരാളെ കോപ്പി ചെയ്ത് തുടങ്ങിയാൽ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം അവിടെയാണ് വരുന്നത്. ഓരോ വ്യക്തികളും, അതായത് ഇപ്പോൾ ജെഇ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓരോ വ്യക്തികളും ഓരോ രീതിയിലാണ് പഠിക്കുന്നുണ്ടാവുക. ഓരോരുത്തരുടെ സ്ട്രോങ് പോയിന്റ്സും അതുപോലെ തന്നെ സ്ട്രോങ് ചാപ്റ്റേഴ്സും ഡിഫറെൻ്റ് ആയിരിക്കും, വീക്ക് ചാപ്റ്റേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീക്ക് ചാപ്റ്റേഴ്സ് ഏതാണ്, നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതാണെന്ന് നിങ്ങൾക്കാണ് അറിയാം. അപ്പോൾ അതിനാണ് കൂടുതലായിട്ടുള്ള സമയം നിങ്ങൾ കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. ആൻഡ് ഒരിക്കലും മറ്റുള്ളവരെ കോപ്പി ചെയ്യാതിരിക്കുക. അവരുടെ രീതിയിൽ പഠിക്കുന്നു, അവരെത്ര മണിക്കൂർ പഠിക്കുന്നു, ആ ഒരു രീതിയിലല്ല. നിങ്ങൾക്ക് എന്തെടുക്കാം, അഡ്വൈസസ് എടുക്കാം. എങ്ങനെ പഠിക്കണം, എങ്ങനെയാണ് മുമ്പോട്ടേക്ക് പോകാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് അഡ്വൈസ് ഉപയോഗിക്കാം. ഉറപ്പായിട്ടും അതൊക്കെ നമ്മളുടെ ഈ ഒരു ജേർണിയിൽ ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഡോണ്ട് കോപ്പി അതേഴ്സ്. ഓക്കെ, അതാണ് ഫസ്റ്റ് ഉണ്ടാക്കുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യാം. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യൂസിങ് ടു മെനി ബുക്ക് റിസോഴ്സസ്. അതായത് നമുക്കറിയാം ഇപ്പോൾ ജെഇക്ക് തന്നെ ഒരുപാട് ബുക്ക് റിസോഴ്സസ് ഉണ്ട്. ഇപ്പോൾ ഫിസിക്സ് പഠിക്കാനാണെങ്കിലും ദർ ആർ ലോട്ട്സ് ഓഫ് ബുക്സ് ദാറ്റ് യു ക്യാൻ ബൈ ഔട്ട്സൈഡ് അല്ലേ. നിങ്ങൾക്ക് പുറത്തുനിന്ന് ഒരുപാട് ബുക്സ് കിട്ടും. അപ്പോൾ അതെല്ലാം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരേ ടോപ്പിക്സിന് ഡിഫറെൻറ്റ് റിസോഴ്സസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജേർണീനെ എന്ത് ചെയ്യുള്ളൂ, ബാക്കൗട്ടേക്ക് കൊണ്ടുപോവുകയേ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ബുക്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ ത്രൂ ഔട്ട് ദ ജേർണി ആ ഒരു ബുക്ക് യൂസ് ചെയ്തിട്ട് പഠിക്കുക. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ മാത്രം നിങ്ങൾ വേറെ വല്ല ബുക്സും യൂസ് ചെയ്യുക. കാരണം ഓരോ ബുക്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലും അപ്രോച്ചും ആയിരിക്കും ഓരോ ടോപ്പിക്സിനും കൊടുക്കുന്നുണ്ടാവുക. സോ നിങ്ങൾ മിക്സപ്പ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുപാട് റിസോഴ്സസ് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓരോ ടോപ്പിക്സും തീർക്കാനും പറ്റില്ല, നിങ്ങൾ പുറകോട്ടേക്ക് പോവുകയാണ് ചെയ്യുള്ളൂ. അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇഗ്നോറിങ് ദ വീക്കർ സബ്ജക്റ്റ്. ഒരുപാട് കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും സബ്ജക്റ്റ് വളരെ വീക്കായിട്ടുണ്ടെങ്കിൽ അതിനെ അങ്ങോട്ട് മാറ്റി വെക്കും. അതെനിക്ക് വീക്കായിട്ടുള്ളതാണ്, സോ എന്നെ കൊണ്ട് ഇത് പഠിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കും. നോ, അതല്ല നമ്മൾ ചെയ്യേണ്ടത്. വീക്കർ സബ്ജക്റ്റിനെയാണ് നമ്മൾ ആദ്യം എടുത്ത് പഠിക്കേണ്ടത്. അപ്പം അതിനെ സ്ട്രോങ് ആക്കി മാറ്റുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. പ്രത്യേകിച്ച് ഈ ഒരു ജെഇ ജേർണിയിൽ ഈക്വൽ പ്രിഫറൻസ് ആണ്. ഇത് 25-25-25 ആണ് 3 സബ്ജക്റ്റിനും, ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജി എന്ന് പറയുന്നത് മാത്സിനും. ഓക്കെ, അപ്പോൾ ഇത് 3നും ഈക്വൽ പ്രിഫറൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉറപ്പായിട്ടും അതിനെ വീക്കർ ആയിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ട് അല്ലെങ്കിൽ വീക്കർ ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ സ്ട്രോങ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ തുടങ്ങുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ആണ് നോട്ട് ടേക്കിംഗ് മോക്ക് ടെസ്റ്റ് സീരിയസ്ലി. അതായത് നിങ്ങൾ മെയിൻ ആയിട്ടുള്ള കാര്യം നമുക്കറിയാം, ഇപ്പോൾ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു പോകും. ആൻഡ് ഒരുപാട് കുട്ടികൾ ചെയ്യുന്ന കാര്യമാണ് വളരെ ഫ്യൂ മോക്ക് ടെസ്റ്റ് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും റെഗുലർ ബേസിസിൽ നിങ്ങൾ എടുത്തു പോകേണ്ട ഒരു കാര്യമാണ്. കാരണം അവിടെ നിന്നാണ് നിങ്ങൾക്ക് എത്രത്തോളം ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് സ്പീഡ് കൂട്ടാൻ പറ്റും, ഈ ടൈം ബൗണ്ടിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾ പഠിക്കുന്നത് മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോഴാണ്. സോ ഒരു കോമ്പറ്റേറ്റീവ് ജേർണി അല്ലെങ്കിൽ ഈ ഒരു ജെഇ ജേർണിയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എടുത്തിരിക്കേണ്ട ഒരു കാര്യം മോക്ക് ടെസ്റ്റുകളാണ്. സോ ടേക്ക് മോക്ക് ടെസ്റ്റ് സീരിയസ്ലി ഓൺ എ റെഗുലർ ബേസിസ് എന്നാണ് പറയാനുള്ളത്. ഓക്കെ, ആൻഡ് അടുത്തത് 5ാമത്തെ എന്ന് പറയുന്നത് നോട്ട് റിവൈസിങ് റെഗുലർലി. നമുക്കറിയാം ഒരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ മനുഷ്യന്മാരാണ്, മറന്നുപോകും. സോ അതിന് റിവിഷൻ ഇസ് മസ്റ്റ്. ഇപ്പോൾ +1ഉം +2 നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ +2 എത്തുമ്പോൾ ചിലപ്പോൾ +1 മറന്നുപോകും. സോ ഒരു റെഗുലർ ബേസിസിൽ നമ്മൾ റിവിഷൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല. നിങ്ങൾ ചിലപ്പോൾ അയ്യോ ഇത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വരെ നമ്മൾ ഓർത്തു പോകുന്നൊരു ഘട്ടത്തിലേക്ക് നിങ്ങൾ പോകും. സോ റെഗുലർലി എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. ഇഫ് യു ആർ നോട്ട് റിവൈസിങ് റെഗുലർലി, സ്റ്റോപ്പ് ദാറ്റ്.
റിവൈസ് ചെയ്തേ പറ്റുള്ളൂ. അത് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനൊരു റിസൾട്ട് കിട്ടാതായി പോകും. അതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ. ആൻഡ് അടുത്ത ഒരു കാര്യമാണ് ബീങ് ഓവർ കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ അണ്ടർ കോൺഫിഡൻറ്റ്. രണ്ടും പ്രശ്നമാണ്. അതായത് JEE ജേർണിയിൽ നിങ്ങൾക്ക് എല്ലാം അറിയാം, ഞാൻ എല്ലാം അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഓവർ കോൺഫിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. കോൺഫിഡൻസ് ഇസ് ഗുഡ്, ബട്ട് ഓവർ കോൺഫിഡൻ്റ് ആവാതിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതേപോലെ തന്നെ അണ്ടർ കോൺഫിഡൻറ്റും ആവരുത്. നമ്മളൊരു ജേർണിയിൽ അയ്യോ എനിക്ക് എന്നെ കൊണ്ട് പറ്റില്ല, ഇതെന്നെ കൊണ്ട് പറ്റില്ല, ആ ഒരു രീതിയിൽ തന്നെയാണ് എപ്പോഴും മുമ്പോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഇത് എനിക്ക് പറഞ്ഞതല്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതും തെറ്റാണ്. ബി കോൺഫിഡൻറ്റ്. ഓവർ കോൺഫിഡൻ്റ് ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ നിങ്ങൾ അഡ്വേഴ്സ് ആയിട്ടാണ് എഫക്റ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഓവറും ആവരുത് അണ്ടറും ആവരുത്. ബി ഇൻ എ ലൈൻ. ഓക്കെ. കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, വർക്ക് ഹാർഡ്, യു വിൽ ഗെറ്റ് ദാറ്റ്, യു വിൽ റീച്ച് ദ ഗോൾ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. ഓക്കെ. ആൻഡ് ഫോർ ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നോട്ട് ക്ലാരിഫൈ. ഒരുപാട് കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നോട്ട് ക്ലാരിഫൈങ് യുവർ ഡൗട്ട്സ്. അതായത് നിങ്ങൾക്ക് പഠിക്കുന്ന ജേർണിയിൽ ഉറപ്പായിട്ടും ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ് ആണ് പഠിക്കുന്നത്. ആൻഡ് യു ആർ സ്റ്റഡിങ് ഇൻ എ JEE ലെവൽ അല്ലേ. അപ്പോൾ ആ ഒരു ലെവലിൽ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡൗട്ട്സ് വരിക എന്ന് പറയുന്നത് സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ അത് ക്ലാരിഫൈ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് യുവർ ഡ്യൂട്ടി. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള കോച്ചിങ് എടുക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് യുവർ ടീച്ചേഴ്സ് അല്ലേ. ടീച്ചേഴ്സിനോട് ചോദിക്കുക, ഫ്രണ്ട്സുമായിട്ട് ചോദിക്കുക, ക്ലിയർ ചെയ്ത് ടോപ്പിക്സ് മുമ്പോട്ടേക്ക് കൊണ്ടുവരും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് വരികയാണെങ്കിൽ ക്ലിയർ ഇറ്റ്. ഓക്കെ. അപ്പോൾ എന്തൊരു കാര്യവും നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാരിഫൈ ചെയ്തുകൊണ്ട്, ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാതെ പൈലപ്പ് ചെയ്യാൻ സമ്മതിക്കരുത്. അതിനിങ്ങനെ ഇട്ടിട്ട് പിന്നീട് അത് നമുക്ക് നല്ല പണി തരും, മുട്ടൻ പണി തരും എന്നാണ് പറയാനുള്ളത്. സോ ഈ ഒരു 7 മിസ്റ്റേക്സ് നിങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് വൃത്തിക്ക് പഠിച്ചു തുടങ്ങുക. ഉറപ്പായിട്ടും യു ക്യാൻ ഡു ഇറ്റ് എന്നുള്ള ഒരു കോൺഫിഡൻസ്, നോട്ട് ഓവർ കോൺഫിഡൻസ്, കോൺഫിഡൻറ്റോടുകൂടെ പഠിക്കുക. ഉറപ്പായിട്ടും ഈ മിസ്റ്റേക്സ് നിങ്ങൾ വരുത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിലത്തെ മിസ്റ്റേക്സ് നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസ് നമ്മളുടെ ചാനലിൽ ഇനിയും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. സോ അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ ഒരു ചാനൽ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. ഓക്കെ മക്കളി, താങ്ക് യു.